ഇവിടെ കുറച്ച് കൊള്ളക്കാർ ചേർന്ന ഒരു ബസ് ഹൈജാക്ക് ചെയ്തിട്ട് പാസഞ്ചറിന്റെ കയ്യിലുള്ള സ്വർണവും പണവും എല്ലാം കൊള്ളയടിക്കുകയാണ്. അപ്പൊ ആ ബസ്സിൽ ട്രാവൽ ചെയ്യുന്ന ഒരു പാസഞ്ചർ കയ്യിലിരുന്ന ഒരു $500 എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു അയാളുടെ കയ്യിൽ ഇനിയും ഒരു $5000 കൂടി ഉണ്ടെന്ന്. ഇത് കേട്ടതും കൊള്ളക്കാരൻ അതും അവർക്ക് കൊടുക്കാൻ വേണ്ടി പറയുകയാണ്. ഉടനെ പാസഞ്ചർ പറഞ്ഞു എന്റെ അടുത്തിരിക്കുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അവനാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോ മോളിൽ നിന്ന് താഴേക്ക് വീണ് മരിച്ചുപോയി. അപ്പൊ അവന്റെ അവസാന ക്രിയകൾക്ക് വേണ്ടി കൺസ്ട്രക്ഷൻ സൈറ്റിലെ ഓണർ $5000 തന്നയച്ചതാണ്. അതുകൊണ്ട് ആ പൈസ വെച്ചവനെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് മരണക്രിയകൾ ചെയ്യണം. കാരണം അവൻ ആ നാട്ടിലെ സ്വന്തം എന്ന് പറയാൻ ആരും തന്നെ ഇല്ല. അപ്പൊ ഇത് കേട്ട ആ കൊള്ളക്കാരൻ ബോസ് എല്ലാവരെയും വാങ്ങിയ പൈസ മുഴുവൻ ആ പാസഞ്ചർക്ക് കൊടുത്തിട്ട് ആരും ഈ പൈസ തിരികെ വാങ്ങലും വാങ്ങിയാൽ എല്ലാത്തിന്റെയും ക്രിയ ഒരുമിച്ച് നടത്തുമെന്ന് പറയാണ്. എന്നിട്ട് കൂട്ടാളികളെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ കൊള്ളക്കാര് പോയി കഴിഞ്ഞതും എല്ലാ പാസഞ്ചേഴ്സും എണീറ്റ് വന്ന് ആ പാസഞ്ചറിന്റെ കയ്യിലിരുന്ന പൈസ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നു. അതുകൂടാതെ ആ ബസ്സിലിരുന്ന ഒരു പെണ്ണ് പറഞ്ഞു ഇയാള് ഡെഡ് ബോഡിയുമായിട്ടാണ് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്, അതുകൊണ്ട് അവര് ടിക്കറ്റ് എടുത്ത പൈസ തിരികെ കൊടുക്കണമെന്ന്. അങ്ങനെ ഡ്രൈവറുമായിട്ട് അടികൂടിക്കൊണ്ടിരുന്ന ആ ലേഡിക്ക് തന്നെ ബാക്കിയുള്ള പാസഞ്ചേഴ്സും സപ്പോർട്ട് ചെയ്യാണ്. എന്നാ പാവം പാസഞ്ചറിന്റെ കൂടെ നിൽക്കാൻ തന്നെ ആരുമില്ല. അങ്ങനെ മറ്റു പാസഞ്ചേഴ്സിന് തന്നെ കാരണം ഒരു തടസ്സം വരരുതെന്ന് വിചാരിച്ച് അയാൾ അവന്റെ ഫ്രണ്ടിനെയും എടുത്ത് തോളിലിട്ട് ആ ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു പോവാണ്. അപ്പൊ ഇതിൽ ആര് ചെയ്തതാണ് ശരി? പാസഞ്ചർ ആണോ കൊള്ളക്കാരാണോ?